മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം മധുരമൊഴി. സ്നേഹമുള്ള ചില സംസാരങ്ങളും ചില പൊട്ടിച്ചിരികളും തമാശകളും ഒപ്പം വചനവും വിശുദ്ധരും ചില തിരുത്തലുകളൊക്കെയായി മധുരമൊഴി നിങ്ങളോടൊപ്പമുണ്ട്. മക്കളെ പ്രത്യേകിച്ച് എങ്ങനെ സ്വർഗോന്മുഖമായി ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വരാൻ പറ്റുന്ന നല്ല ഉദാഹരണങ്ങളും സംഭവങ്ങളൊക്കെയായി ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബജീവിതത്തെ മധുരമൊഴി കൂടുതൽ മധുരകരമാക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഇത് നമ്മോട് സഹായിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട നമ്മുടെ ജോർജേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഉള്ള കുടുംബം മൂവാറ്റുപുഴയിൽ നിന്നുള്ള പ്രിയപ്പെട്ട ഷായിച്ചേട്ടനും മിൻസിയേച്ചിയുമാണ്. ഷായിച്ചേട്ടൻ കേരള പോലീസിൽ ASI ആയിട്ട് ജോലി ചെയ്യുന്നു. ചേച്ചി ടീച്ചറാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ അടുത്തിടെ കണ്ട മനോഹരമായ ഒരു ഷോർട്ട് ഫിലിമുണ്ട്. നല്ലൊരു ചെറിയ സിനിമയായിരുന്നു അത്. ഒരു രാവിലെ ഒരു വീട്ടിൽ നിന്ന് പ്രായമുള്ള അപ്പനെ കാറിൻ്റെ പുറകിൽ കയറ്റി തൊട്ടടുത്തുള്ള വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുവാനുള്ള മകൻ കാണിക്കുന്ന പരാക്രമങ്ങളാണ് മൊത്തത്തിൽ ഇതിവൃത്തം. അപ്പനെ വണ്ടിയിൽ കയറ്റി ഇരുത്തുന്നു. ഡിക്കി തുറന്ന് അപ്പൻ്റെ പെട്ടികളെല്ലാം എടുത്ത് അടുക്കി കയറ്റുന്നു. അന്നേരം തന്നെ വീട്ടിലെ കൊച്ചുമകൻ വന്ന് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു. അവൻ്റെ കയ്യിൽ വലിയൊരു ടാബുണ്ട്. അവൻ അതിൽ എൻ്റെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഫോൺ വന്നപ്പോൾ അത് മകൻ്റെ ഭാര്യയാണ്. ഭാര്യ വിദേശത്താണ്. ഇറങ്ങിയോ? പറഞ്ഞില്ല. അപ്പൻ വണ്ടി അന്ന് വേഗം യാത്ര താമസിക്കണ്ട. ചില ഇൻസ്ട്രക്ഷൻസൊക്കെ വരുന്നു. പുള്ളി ഫോൺ കട്ട് ചെയ്തിട്ട് കാർ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ വളരെ സെൻറ്റിമെൻ്റൽ മ്യൂസിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ട്. അപ്പനിങ്ങനെ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്നു. മകൻ കാർ ഓടിക്കുന്നു. കൊച്ചുമകൻ ഇതൊന്നും പരിഗണിക്കാതെ അവൻ മനോഹരമായിട്ട് കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴേക്ക് ഉദ്ദേശിച്ച വൃദ്ധസദനം എത്തി. അപ്പോൾ രണ്ടുപേരെയും അപ്പനെയും കൊച്ചുമോനെയും വണ്ടിയിലെടുത്തിട്ട് കാർ ഓടിച്ചെന്ന അപ്പൻ പതുക്കെ പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോയി ഓഫീസിൽ കയറി പേപ്പേഴ്സെല്ലാം സൈൻ ചെയ്തു. അവർ ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഒരു ബാങ്ക് ചെക്ക് എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അപ്പന് യാതൊരു കുറവും ഉണ്ടാവരുതെന്ന് നല്ല ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരാൻ നേരത്ത് ഭാര്യയുടെ ഫോൺ വീണ്ടും വരുന്നു. ഭാര്യ ചോദിച്ചു, എന്തായി, കഴിഞ്ഞല്ല? അല്ല, ഇപ്പം കഴിയും, ഇപ്പോൾ അപ്പനിവിടെ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ രണ്ട് ജോലിക്കാർ വന്ന് വണ്ടി തുറന്ന് ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പനെ താങ്ങി പിടിച്ചുകൊണ്ട്, ചെറുതായിട്ട് കയ്യിൽ താങ്ങി പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അന്നേരവും ഈ കുഞ്ഞ് അവിടെ ഇരുന്ന് ഈ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്ന് കാറിൽ നനങ്ങാതെ തന്നെ ഇരുന്ന് അവിടെ ഇരുന്ന് കൊച്ച് ടാബിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പൻ ഇതല്പം വിഷമമൊക്കെ മുഖത്തിട്ടുകൊണ്ട് അതൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി കാറിലേക്ക് വരികയാണ്. അപ്പോൾ പുറകിൽ നിന്ന് സുന്ദരിയായൊരു സ്ത്രീ ഓടി വരുന്നു. അവൾ ഓടി വന്ന് നന്നായിട്ട് വെൽ ഡ്രസ്ഡ് ആണ്. ഓടി വന്ന് പറഞ്ഞു, സാർ ഒന്ന് നിൽക്കണം, ഞാനിവിടുത്തെ പുതിയ PRO ആണ്. അപ്പോൾ സാർ ഇന്ന് പേരൻസ് ഡേ ആണ്. അന്ന് പേരൻസ് ഡേ ആയിരുന്നു. പേരൻസ് ഡേയിൽ താങ്കളുടെ പിതാവിനെ കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഓഫറുണ്ട്. ഇന്ന് താങ്കൾക്കൊരു റൂം ബുക്ക് ചെയ്യാമെങ്കിൽ 25 വർഷങ്ങൾക്ക് ശേഷം ഇതേ റേറ്റിൽ താങ്കൾക്ക് ഈ റൂമിൻ്റെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അന്നേരം കാറിരുന്ന കുഞ്ഞ് പതുക്കെ നേരെ നോക്കുന്നു. അവന് താല്പര്യമുള്ള വിഷയം. അപ്പൻ വല്ലാണ്ട് പകച്ചു പോയിട്ട് എന്തൊക്കെയോ ചില ആക്ഷൻസൊക്കെ കാണിച്ച് പതുക്കെ കാറിലേക്ക് വരുന്നു. കാർ പോകുന്നു. വീണ്ടും കൊച്ചു പഴയ പോലെ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നു. ഞാനിത് ഈ മൊത്തം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് സങ്കടമുണ്ട്, നിരാശയുണ്ട്, ട്വിസ്റ്റുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് ഈ കുഞ്ഞാണ്. സാധാരണ നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ, സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങൾ എപ്പോഴും വല്യപ്പനും കൊച്ചുമക്കളും വല്യമ്മയും കൊച്ചുമക്കളും തമ്മിലുള്ള ഭയങ്കര ഊഷ്മളമായ ബന്ധമാണല്ലോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിക്കുന്ന, ഒരുപക്ഷെ അപ്പനേക്കാളും. അടുത്തിടെ ഒരു തമാശയ്ക്ക് സ്ഥലത്ത് വായിച്ചു കേട്ടതാണ്, വൈ ദർ ഇസ് എ ബ്യൂട്ടിഫുൾ റിലേഷൻ ബിറ്റ്വീൻ ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് പേരൻസ്. ആൻസർ ഇതാണ്, ബിക്കോസ് ദേ ഹാവ് കോമൺ എനിമി. അവർക്കൊരു പൊതു ശത്രു ഉള്ളതുകൊണ്ടാണ് അവരെപ്പോഴും ഇവർ തമ്മിൽ ഭയങ്കര അറ്റാച്ച്ഡ്. ഇതെല്ലാം മനസ്സിൽ കിടക്കുമ്പോഴത്തേക്കാണ് ഈ കുഞ്ഞ് ഒരു വികാരം പോലും ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ മധുരമൊഴിയിലെ ഇന്നത്തെ സംസാര വിഷയം. കുഞ്ഞുങ്ങളും ഗ്രാൻഡ് പേരൻസും, വല്യപ്പച്ചനും വല്യമ്മച്ചനും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഊഷ്മളമാക്കാം. ഒരു വിശുദ്ധമായ ബന്ധം, രണ്ട് തലമുറകൾ തമ്മിലുള്ള ഒരു വിശുദ്ധമായ ബന്ധം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് വിശ്വാസ രൂപീകരണത്തിൽ, മക്കളുടെ വളർച്ചയിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വല്യപ്പനിൽ തന്നെ തുടങ്ങാം. ഉള്ളത് വല്യപ്പനെ പേടിക്കണ്ട. അപ്പോൾ വല്യപ്പൻ തന്നെ. അതെ. ചേട്ടൻ്റെ മക്കളുണ്ട്, ചേട്ടൻ്റെ വീട് ഇച്ചിരി പ്രത്യേകതകളാണ്. 4 തലമുറകൾ ഒരുമിച്ച് വസിക്കുന്ന വീടാണ്. ജോർജ് ചേട്ടൻ്റെ അമ്മച്ചിയുണ്ട്, ജോർജ് ചേട്ടൻ്റെ മക്കളുണ്ട്, മക്കൾക്ക് കൊച്ചുമക്കളുമായി. അപ്പോൾ ജോർജ് ചേട്ടന് ഈ ഒരു കാര്യത്തെ എങ്ങനെ നോക്കി കാണുന്നു, ഈ ബന്ധത്തിൻ്റെ?
വാസ്തവത്തിൽ ഈ ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും ഇന്നിപ്പോൾ സംഭവിക്കുന്ന രണ്ട് ഒരു ശരിയല്ലാത്ത അനുമാനങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഒന്ന് അപ്പനെയും അമ്മയും അങ്ങനെയുള്ളവരെ നോക്കുന്നത് ഒരു ഉത്തരവാദിത്തമാണ്, ഒരു ഡ്യൂട്ടിയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത. അത് ഞാൻ ചെയ്ത സ്നേഹമല്ലാതെ മറ്റെന്തൊക്കെയാണ്. അപ്പോൾ എന്ത് പറ്റുക, ചിലപ്പോൾ അത് കടമ തീർക്കലായിരിക്കും. പിന്നെ അല്ലെങ്കിൽ അമ്മ കുടിപ്പിച്ച മുലപ്പാൽ ലിറ്റർ കണക്കിന് കണക്കാക്കുന്ന പോലെയൊക്കെയുള്ള ഒരു കണക്കിൻ്റെ ഒരു കളി, അങ്ങനെയൊക്കെയുള്ള ഇതല്ല. പക്ഷെ വാസ്തവം ഇതിങ്ങനെയൊന്നുമല്ല, നമ്മൾ ഒരുമിച്ച് ജീവിച്ച് പോവുമല്ലേ, അത് ഒരു ഇത്. രണ്ടാമത് എനിക്ക് തോന്നുന്നൊരു കുഴപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ, നമ്മൾ തന്നെ മക്കളെ വളർത്തുമ്പോൾ അവരെ ഇതുപോലെ ഒരു തരം കച്ചവട മനോഭാവം എന്നല്ലാതെ വേറൊരു വാക്ക് എനിക്ക് ഉപയോഗിക്കാമെന്നില്ല, ലാഭേച്ഛയോടെ വളർത്തുക. അവൻ മാർക്ക് വാങ്ങിക്കൊണ്ടെന്ന് കുറഞ്ഞു പോയി, നിന്നെ എന്തിനു കൊള്ളാം, നീ ഈ വീട്ടിലെയാന്ന് പറയാൻ നാണക്കേടാ, നിന്നെ നീ ആ ഒരു ശൈലിയിലുള്ള പെരുമാറ്റങ്ങളുണ്ടാകുമ്പോൾ ആ കുഞ്ഞ് മനസ്സിലാക്കുന്നത് ഞാനിവിടെ ആയിരിക്കുന്നത് ഞാൻ ഇവിടുത്തെ മകനായതുകൊണ്ടോ മകളായതുകൊണ്ടോ അല്ല, നേരെ മറിച്ച് ഞാൻ അവരുടെ ഇഷ്ടം നിറവേറ്റുന്നതുകൊണ്ട് അവർ പറയുന്ന മാർക്ക് വാങ്ങിക്കുക. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കുട്ടി എത്തിച്ചേരുക. ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ അവസാനം ഡ്രൈവിംഗ് സീറ്റിൽ ആ കുഞ്ഞ് കയറുമ്പോഴാണ് മുമ്പേ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരും അതേ കച്ചവടം, ഇനി ഇയാളെ വെച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞതുപോലെ ഇത് വരിക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ, തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ വല്യപ്പൻ്റെ കാര്യമൊക്കെ, എൻ്റെ വല്യപ്പൻ്റെ രീതിയൊക്കെ ഞാനായിരുന്ന അവസ്ഥയൊക്കെ നോക്കുമ്പം വല്യപ്പൻ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഇന്നവിറ്റബിൾ പാർട്ട് ആണ്, വളരെ വാല്യൂബിളായിട്ടുള്ളൊരു പാർട്ടാണ്. അല്ലാതെ വല്യപ്പന് എന്നാ ഉണ്ടാക്കി തന്നു, പുള്ളി ജീവിച്ചിരുന്ന കാലത്ത് എത്ര ഉണ്ടാക്കി, അല്ലെ ചെറുപ്പകാലത്ത് എന്നാ ചെയ്തു, ഇങ്ങനൊരു ഇവാലുവേഷനൊന്നും വരില്ല. അങ്ങേര് നമ്മൾ കൈ കാണുന്ന അങ്ങേര് വല്യപ്പനാണ്. ചേട്ടാ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ, ഏറ്റവും വിലപിടിപ്പുള്ളൊരു സാധനമായിട്ടൊക്കെ തന്നെയാണ് ഈ പ്രായമാരൊക്കെ സൂക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൻ്റെ തലത്തിലേക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഇവാലുവേഷൻസൊക്കെ വിട്ട് കടമയും ഉത്തരവാദിത്വവും അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ അപ്പൻ എന്നെ വളർത്തി, അത് അവരപ്പനായിരുന്നുകൊണ്ടാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഞാൻ അവരുടെ അപ്പനായതുകൊണ്ടാണ്. അതങ്ങനെ അങ്ങ് പോവുക. അല്ലാതെ അവരെന്നെ വളർത്തിയതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടിയോ ഞാൻ പോവുകയല്ലോ. നമ്മൾ ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾക്കകത്ത് ഓരോ അബ്രേഷൻസ് വന്നുമ്പോഴാണ് എൻ്റെ മക്കൾ എന്നാ വിചാരിക്കുന്നത്, ഞാൻ എൻ്റെ അപ്പനെ അമ്മയോ നോക്കുന്നതിന് കാരണം അവരെന്നെ വളർത്തിയോണ്ടാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം അവരെ ഒന്നും ചെയ്തില്ലല്ലോ. ഇവിടെയാണ് പ്രശ്നം. ഒന്നും കിട്ടിയിട്ടില്ലല്ലോ കൊടുക്കാനായിട്ട്. ഇതാണ് ഈ കിട്ടലും കൊടുക്കലിൻ്റെ. അതേസമയം അവർ വല്യപ്പനല്ലേ, വല്യപ്പച്ചനല്ലേ, വല്യമ്മച്ചയല്ലേ, മതി, ഞാൻ കുഞ്ഞല്ലേ, ഞാൻ ഇവിടുത്തെ കുഞ്ഞല്ലേ. അതെ, പക്ഷെ ഉണ്ടങ്ങനെ വീടുകൾ. നീ എത്ര മാർക്ക് വാങ്ങിയിട്ട് വന്നാലും മോനെ, നീ ഇവിടുത്തെ എൻ്റെ പൊന്നുമോനാണ്, എൻ്റെ പൊന്നുമോളാണ്. അതാണ് പ്രധാനം. സത്യത്തിൽ അതല്ലേ സത്യം, മാർക്കല്ലല്ലോ സത്യം. നമുക്ക് ഇനി കുറച്ചുകൂടി ഒന്ന് താഴേക്ക് വന്നിട്ട് നമുക്ക് ഇന്നത്തെ ഇവരുടെ നിങ്ങൾക്ക് 4 മക്കളല്ലേ, 4 മക്കളാകുമ്പോൾ ചേച്ചിക്കും അപ്പച്ചനും അമ്മച്ചിയുണ്ട്, ചേട്ടനും അപ്പച്ചനും അമ്മച്ചിയുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഈ ബന്ധം എങ്ങനെ ഉണ്ടാക്കിയെടുക്കപ്പെടുന്നത്? അതാണ് പ്രധാനപ്പെട്ടത്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ സംഭവത്തിലൊക്കെ, എങ്ങനെ നല്ല ഊഷ്മളമായ ബന്ധം എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒരു ബന്ധം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് തോന്നിയായിരുന്നു ഈ പ്രഗ്നൻസിയിൽ തൊട്ട്, അതായത് ഈ ഗ്രാൻഡ് പേരൻസ് നമ്മളോട് കാണിക്കുന്ന കരുതലൊക്കെ ഈ കുഞ്ഞും മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു കൊച്ചു രസകരമായ സംഭവം ഓർക്കാണ്. മൂത്ത മോനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ കരണംപൊട്ടി മുളക് എന്ന് പറഞ്ഞൊരു ഉണ്ട മുളകുണ്ട്, ഒരു പ്രത്യേക ഭയങ്കര എരിവായിട്ടുള്ള. അപ്പം എനിക്ക് ഈ മുളക് തൈരിൽ ചാലിച്ച് ചോറിനാനായിട്ടൊരു കൊതി. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു കരണംപൊട്ടി മുളക് ഇവിടെ കിട്ടുമെന്നുള്ളത്. അതപ്പോ അപ്പൊ അച്ഛനൊന്നും വേണ്ടിയില്ല, കരണംപൊട്ടി അതന്വേഷിച്ച് ഇനി ഞാനോട് പോകാൻ അതെന്ന് പറഞ്ഞിട്ടേ. പക്ഷെ ഇത് അപ്പച്ചന് ഇത് കേട്ടു. ഞങ്ങൾ അച്ചായി പറഞ്ഞു, അച്ചായി കേട്ടു. അച്ചായി എന്നിട്ട് എണീറ്റിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട്, പക്ഷെ അവരുടെ വീട്ടിലന്നേരം ആളുകളില്ല, അവരെവിടെ പോയേക്കുവാ, അന്നേരം ആളില്ല. പക്ഷെ അപ്പൊ അംശോനുണ്ട് ആളില്ലാത്ത വീട്ടിൽ പോയി ഒന്നും വേണ്ടിയില്ല. അപ്പച്ചൻ പോയി തുറന്ന് അവർ ചെടിച്ചട്ടിയിൽ വളർത്തുന്നതിന് 2 കരണംപൊട്ടി മുളക് പറിച്ചു കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ തൈരിൽ ചാലിച്ച് നന്നായിട്ട് ആഹാരം കഴിച്ചു. ആ മോനാണ് മൂത്ത മോൻ. ഭയങ്കരമായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ആണ് അപ്പച്ചനുമായിട്ട്, ഭയങ്കര സ്നേഹമാണ്. ഒരു മുളക് സ്നേഹം അതെ, നല്ല എരിവുള്ള സ്നേഹമാണ്, ഭയങ്കര ഒരു കരുതലും
അപ്പച്ചനോട്. അല്ല അപ്പൊ ഒരു സംഭവമായിരിക്കണമെന്നില്ല, പക്ഷെ അത് അങ്ങേരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്, അതാ കുഞ്ഞിനെ ബാധിക്കുന്നു. ഉറപ്പായിട്ടും. പിന്നെ അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടും കുഞ്ഞുനാൾ തൊട്ട് ഗ്രാൻഡ് പേരൻസിനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പുലർത്താറുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഈ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഈ ഗ്രാൻഡ് പേരൻസിനെ നിസ്സാര ഒരു വാശുകൂടി അടിക്കണൊക്കെ ഒരു പ്രകൃതം ഉണ്ടല്ലോ. ചിലപ്പോൾ അത് അവർ വേദനിക്കും. ഇവർ കുഞ്ഞുങ്ങളായാലും 4-5 വയസ്സായ കൊച്ചൊക്കെ അടിക്കുമ്പോൾ വേദനിക്കും. അപ്പൊ പൊതുവെ പേരൻസ് ഒന്നും പലയിടത്തും മിണ്ടില്ല, നന്നായിട്ട് വേദനിക്കും. എനിക്കൊക്കെ ദേഷ്യം വരാറുണ്ട്. ചില പിള്ളേരെ കളിക്കാൻ പോയി കഴിയുമ്പോഴത്തേക്ക് അവര് പൂര അടി തരുവാ. പിള്ളേർ കൊച്ചു പിള്ളേരല്ല തല്ലുന്നേ, നമുക്കെല്ലാം വേദനിക്കുന്നേ. അച്ഛൻ ആ കാര്യത്തിൽ അത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. കുഞ്ഞുനാളെ വെച്ചാൽ 2-2.5 വയസ്സ് വെച്ചിട്ട് ജോലി അമ്മച്ചിനെ കടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അടി കൊടുക്കാറുണ്ടായിരുന്നു ആ കാര്യത്തിൽ. വേറെ അവൻ കുസൃതി കാണിക്കുന്നതിനെ അടിച്ച് അധികം കുഞ്ഞുനാൾ കണ്ടിട്ടില്ല. പക്ഷെ പേരൻസിനെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുകയോ മുതിർന്നവർ ഉപദ്രവിക്കുകയോ ചെയ്താൽ സ്ട്രിക്റ്റ് ആയിട്ട് നോ പറഞ്ഞ് പാടില്ല എന്ന് തന്നെ കൃത്യം പറഞ്ഞ് അങ്ങനെ ഒരു താക്കീത് ചെയ്യാറുണ്ട്. ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണ് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിലെ അത് കാരണം അവർക്കറിയാം. ഇപ്പൊ ഞങ്ങള് വേറെ താമസിക്കുന്ന ഇപ്പൊ തറവാട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മച്ചും വരുവാണെങ്കിൽ അവരിയ്ക്കുവാണെങ്കിൽ അവര് എഴുന്നേൽക്കാതിരിക്കില്ല. അപ്പൊ ചെറിയവനെങ്ങാനും അവിടെ ഇരിക്കുവാണെങ്കിൽ മൂത്തവൻ ചോദിക്കും, അച്ഛൻ വന്ന കണ്ടില്ലേ, നീ അവിടുത്തെ എവിടെ ഉറപ്പിച്ചിരിക്കണേന്നൊക്കെ ചോദിച്ച് അവൻ തന്നെ എഴുന്നേൽപ്പിക്കാറുണ്ട്. ഇങ്ങനെയാണത് ആ വീട്ടിൽ ഇങ്ങനെ ഒരിടത്തുനിന്ന് വേറൊരാളിലേക്ക് ഇങ്ങനെ പറഞ്ഞത്. തിരിച്ചിപ്പോൾ അത് ടീച്ചറിൻ്റെ വീട്ടിലെ മാതാപിതാക്കളെ കുറിച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്തു തന്നെ മക്കളുമായിട്ടുള്ള ബന്ധം? ഇതുപോലെ നല്ല റിലേഷനാണ്. എവിടെ പോകണമെങ്കിലും എന്തിനു പോകണമെങ്കിലും ചാച്ചൻ കൊണ്ട് പോയി പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിലും ഇവന്മാർ കൂടെ പിടിക്കും, ചാടി ഇറങ്ങാണ്. കാരണം ഈ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ ആണല്ലോ പിള്ളേർക്ക് കറങ്ങാൻ പോകാനൊക്കെ ഇഷ്ടം, കൂടുതൽ സ്വാതന്ത്ര്യം. കാരണം പേരൻസ് നോ പറയുന്ന പല കാര്യങ്ങളും ചുളിവിൽ അങ്ങ് പോസിറ്റീവ് ആക്കാനും എസ് ആക്കാനൊക്കെ ഗ്രാൻഡ് പേരൻസിന് ഭയങ്കര ഒരു പിള്ളേർക്ക് വലിയ ചാതുര്യം ഉണ്ടല്ലോ അതൊക്കെ കിട്ടാനായിട്ട്. അങ്ങനെ പിള്ളേർക്ക് എന്തെങ്കിലും മനോഹരമായ അനുഭവങ്ങളുണ്ടോ? ഞാനിപ്പോൾ ഒരു സംഭവം ഓർക്കായിരുന്നേ. മൂത്ത മോന് 5ൽ പഠിക്കുന്ന സമയം. അപ്പോൾ ഇവിടുത്തെ അപ്പച്ചൻ നന്നായിട്ട് പുക വലിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആരും അറിയാണ്ട് എൻ്റെ അമ്മച്ചിക്ക് വിളിച്ചു. ഇന്ന് ലാൻഡ് ഫോൺ ആണല്ലോ, ഡയൽ ചെയ്ത് അമ്മാവൻ വിളിച്ചിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഒരു വലിയ കാര്യം പറയാനാ ഞാൻ വിളിക്കണേ, ആരും അറിയാണ്ട. അമ്മച്ചി പേടിച്ചു. എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇവിടുത്തെ ഞങ്ങളുടെ അച്ചായി നന്നായിട്ട് ബീഡി വലിക്കും, ബീഡി വലിക്കുന്നവർക്ക് ക്യാൻസർ വരുമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പൊ അച്ചായി ക്യാൻസർ വന്ന് മരിച്ചു പോകും, അമ്മച്ചി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം, ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ട് അവൻ പറഞ്ഞൊന്നുമില്ല. അത് പിന്നീട് എന്നോട് അമ്മച്ചി എന്നിട്ട് ഇങ്ങനെ പറയണോ, ആ കൊച്ചിന് എന്തൊരു സ്നേഹമോ അപ്പച്ചനോട്. അപ്പൊ അപ്പച്ചന് വല്ലതും സംഭവിക്കുമെന്നുള്ള ആ ഒരു പേടി കാരണം ഇങ്ങനെ വിളിച്ചു. സ്നേഹം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് തലമുറ മുഴുവനെ ആ ബന്ധത്തിലേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഴുകിച്ചേരാണ്. എനിക്ക് ഇതിൻ്റെ ഒരു കൃത്യത എതിർഭാഗമുണ്ട്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഗ്രാൻഡ് പേരൻസിനെ ചിലപ്പോൾ ഇഷ്ടമില്ലാതെ വരുന്നതൊക്കെ ഒരു മറുപടി സംഭവിക്കുന്നതുകൊണ്ടാണ്. വീട്ടിൽ തുടർച്ചയായിട്ടിരുന്ന് മാതാപിതാക്കളെ കുറ്റം പറയുന്ന കേട്ടു വളരുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ പറയുന്നത്, വീതം വെച്ച് കുറഞ്ഞു പോയെന്ന് പറയുന്നത്, ഇറക്കി വിട്ടെന്ന് പറയുന്നത്, ഇങ്ങനെ കുറേ പൊട്ട കഥകളൊക്കെ പിള്ളേർ കേട്ടുള്ള പിള്ളേരുടെ മനസ്സും അതേ ഹേറ്റഡ്നെസ്സും ആ ഒരു വെറുപ്പൊക്കെ ഭയങ്കരമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടും. പക്ഷേ അതർ സൈഡ് ഉണ്ടല്ലോ, കാരണം നീ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്ക് വെല്ലുപ്പിച്ചാണ് വന്ന് കൂട്ടിരുന്നേ, വെല്ലുമിച്ചാ മീൻകറി കൊണ്ടു തന്നെ, നിന്റെ അത് ഇതെന്നൊക്കെ പറയാൻ അങ്ങനെ സ്നേഹം ഭയങ്കരമായിട്ട് അങ്ങ് തള്ളിക്കയറ്റാൻ പറ്റും. ഈ 2 പോസിബിലിറ്റിയും വീട്ടിലുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ വീട്ടിൽ പങ്കുവെക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്തവൻ ഒരു 5-6 വയസ്സായിരുന്നപ്പോൾ ഇവന് ചക്കപ്പഴം ഒത്തിരി ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള, LKG പഠിച്ചപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് എന്ന് വെച്ചപ്പോൾ ജാക്ക് ഫ്രൂട്ട് എന്ന് എഴുതി കൂട്ടുകാരൊക്കെ കളിയാക്കിയെന്ന് പറയും. അപ്പോൾ ചക്കപ്പഴത്തിനൊരു ഭയങ്കര കൊതിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പ്ലാവിലൊന്ന് പഴുത്തു വരെ സമയമില്ല. എന്നിട്ട് അപ്പച്ചൻ്റെ പെങ്ങളുടെ ഞങ്ങളുടെ അമ്മായിയുടെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ പ്ലാവേ കയറാൻ ആളൊന്നുമില്ല. അപ്പച്ചൻ തന്നെ പ്ലാവയിൽ കയറി 2 ചക്കയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ച് ചക്കയിട്ട് കൊണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു, അപ്പം അടങ്ങി പറഞ്ഞിട്ട് ഒരുമാതിരി നിനക്കൊന്നും പറ്റില്ല, ഇനി ഇത് വല്ലതും വന്നു പോയാൽ എന്താ സംഭവിക്കുക, അതൊന്നും അപ്പച്ചനൊരു വിഷയമല്ല. കൊച്ചു ചോദിച്ചു, കൊച്ചിന് ഞാൻ ഇത് കൊടുക്കും എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ അവനെ ഓർമ്മിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് പറയാറുണ്ട്. അതൊരു പഴയ സ്പിരിച്വൽ ടെക്നിക്കാണ്. അതായത് കർത്താവായ പിതാവായ ദൈവം മോശയോട് പറഞ്ഞില്ലേ, ഞാൻ നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തലമുറകൾ തോറും പറയുവിൻ, ഇന്ന വിശേഷ ദിവസങ്ങളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കും തോറും ജനത്തിന് സ്നേഹം കൂടുന്നു, ദൈവത്തോടുള്ള ഒബീഡിയൻസ് കൂടുന്നു. ഇത് തന്നെയാണ് കുടുംബത്തിൽ സംഭവിക്കേണ്ടത്. കുടുംബം എന്ന് പറയുന്നത് ചവർപ്പിതാവ് പറഞ്ഞ പോലെ ഒരു മീനിയേച്ചർ ഫോം ഓഫ് ഹെവനാണ്.
സ്വർഗത്തിന്റെ സാക്ഷാത്കാരമാണ് വീടെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് സംഭവിക്കണ്ട. ചാവറപ്പിതാവിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു വാക്കുകൂടി പറഞ്ഞേക്കാം. പണ്ട് ചാവറപ്പിതാവ് ആശ്രമങ്ങൾക്ക് എഴുതിയ എഴുത്തിൽ ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാ ആശ്രമങ്ങളിലും രോഗിയായതോ പ്രായമുള്ളോ ആയ 1-2 വൈദികരുള്ളോ നല്ലതാണ്. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ഇത് വലിയൊരു കാരണമായി തീരും. കൃത്യമാണ്. കാരണം എല്ലാ പ്രായമായവരും അല്ലെ എല്ലാ രോഗികളും കുടുംബത്തിന് ബ്ലെസ്സിങ് ആണ്. എത്ര വലിയ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന വലിയൊരു മേഖലയാണ്. ജോർജേട്ട പ്രായമൊക്കെ ആയി വരുമല്ലേ? ജോർജേട്ടൻ ഇങ്ങനെ അതന്നെ പറയാൻ പ്രായമായി വരുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഞാനൊരു ഗ്രാൻഡ് ഫാദറും കൂടി ആയ പരിസ്ഥിതിയിൽ അച്ഛനൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ, നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മുടെ മാതാപിതാക്കളുടെ കുറ്റങ്ങൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിരത്തുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം വികലമാണ്. ഇതിന് വേറൊരു വശവും കൂടി ഉണ്ട് കേട്ടോ. പലപ്പോഴും കുഞ്ഞുങ്ങൾ ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുക്കലായിരിക്കും. പലപ്പോഴും ഈ പറഞ്ഞ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചുരുക്കം ചിലയിടത്തെങ്കിലും, ചുരുക്കമാണെന്ന് എനിക്കറിയില്ല, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, ഇവർ മക്കളുടെ കുറ്റങ്ങൾ, അതായത് ഈ കുഞ്ഞുങ്ങളുടെ അപ്പൻ്റെയോ അമ്മയുടെയോ പ്രത്യേകിച്ച് അമ്മയുടെ ആയിരിക്കും കുറ്റങ്ങളോ കുറവുകളോ ഈ പിള്ളേരോട് പറയുക. വാസ്തവം നമ്മൾ അതിനകത്ത് ഒരു ലോജിക്കലായിട്ടുള്ള കാര്യമില്ല അതിനകത്ത്. ഈ പിള്ളേർ അമ്മയ്ക്ക് ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ കുറ്റം പിള്ളേരറിയുന്നതുകൊണ്ട് അമ്മ നന്നാകാൻ പോകുന്നില്ല, യാതൊരു ഗുണവും യാതൊരു മേന്മയും ഉണ്ടാകുന്നില്ല. പക്ഷെ ഇവർ ഓർക്കുന്നത് അവരെക്കാൾ ബെറ്ററാണ് ഞങ്ങളെന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാമെന്നൊക്കെ ആയിരിക്കാം. ഒരു പക്ഷേ നിൻ്റെ അമ്മ അത്ര ശരിയല്ല, അതിനേക്കാളൊക്കെ എത്ര ബെറ്ററാണ് ഞാൻ എന്നായിരിക്കാം. എനിക്കറിയില്ല എന്താ എൻ്റെ ചേതോവികാരമെന്ന്. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ, കുഞ്ഞുങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ അമ്മയോട് അവർക്കൊരു അകാരണമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അവരത്ര സ്നേഹിക്കുന്ന ഒരാളിനെ കുറ്റം പറയുന്ന ആളിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരും. അവർ ക്രമേണ ആകരും. ഇതിന് വേറെ രസകരമായ വശം കൂടി ഉണ്ട് ജോർജേട്ടാ. ഈ അവിടുന്ന് കുറെ സ്വീറ്റ്സ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് പിള്ളേർ ഇതെല്ലാം സ്നേഹപൂർവ്വം കേട്ടിരിക്കും. തിരിച്ചു വന്ന് അമ്മ കഞ്ഞിയും പയറും കൊടുത്താൽ പോലും കൊച്ചുങ്ങൾ ഈ കഥകളെല്ലാം തിരിച്ചു ഇവിടെ വന്ന് തിരിച്ചു പറയുകയും ചെയ്യും. അപ്പോൾ വീണ്ടും വലിയ ഫൈറ്റാ, വൻ സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഗ്രാൻഡ് പാരൻസിൻ്റെ ഭാഗത്തു നിന്നും കൂടെ നോക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അവരുടെ മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ ആരാണെങ്കിലും അവരെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നേരിട്ട് അവരെ നന്നാക്കാനാണ് പോകേണ്ടത്. അല്ലാതെ കുഞ്ഞുങ്ങളിലൂടെ ഏതാണെങ്കിലും ഈ നന്നാക്കൽ പ്രക്രിയ ഒന്നും നടക്കില്ല. അങ്ങനൊരു തെറ്റായ ധാരണയുണ്ട്. ഇനി കാരണം എന്തായിരുന്നാലും ഈ കുറ്റം പറയൽ ഒരിക്കലും കുഞ്ഞുങ്ങളോട് കുറ്റം പറയാൻ പാടില്ല. ഇത് ഗ്രാൻഡ് പാരൻസ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ വീട്ടില് എനിക്കപ്പോൾ ഈ ഇതിലെനിക്ക് തോന്നുമായിരുന്നേ, അതായത് ഈ കുഞ്ഞുങ്ങളോട് ഒരിക്കലും പേരൻസ് ചോദിക്കരുത് അപ്പയമ്മയില്ലാഞ്ഞപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേ. അത് പിള്ളേർ കള്ളത്തരം പഠിക്കുക. ചില എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പിള്ളേരിങ്ങനെ ചില സ്ഥലങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ശ്രദ്ധിച്ച് നടക്കുന്നു. കുഞ്ഞുങ്ങളെ കള്ളത്തരത്തിനുള്ള ട്രെയിനിങ് കൊടുക്കുവാണ്. എന്താ പറയണേന്ന് അമ്മ ഓർമ്മ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസിനോട് എന്താ പറയണേന്ന് പേരൻസും ചോദിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ അവരെ നാച്ചുറലായിട്ട് അവർ നന്നായിട്ട് ഇതായിട്ട് വളർന്നു. നിങ്ങൾക്ക് വീട്ടില് നിങ്ങളുടെ കൂടെ വലിയപ്പന്മാരും താമസിക്കുന്നില്ലല്ലോ, അപ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെയാ ഇപ്പൊ ദൂരെയൊക്കെ താമസിക്കുന്നതുകൊണ്ടും എങ്ങനെ ഈ ബന്ധം? പണ്ടൊക്കെയാണ് ഒരു വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടല്ലോ. ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും. കാരണം മക്കളൊക്കെ വിദേശത്തൊക്കെ ആയിരിക്കും, കൊച്ചുമക്കളൊക്കെ വിദേശത്തായിരിക്കും. പക്ഷെ അവർക്ക് ഈ ബന്ധം എങ്ങനെ ഊഷ്മളമായിട്ട് കൊണ്ടുപോകാൻ പറ്റും? എല്ലാ ആഘോഷങ്ങളും തറവാട്ടിലാണ് കൂടും. നിങ്ങളുടെ വീട്ടിലല്ല? ഒരുമിച്ച് ഞങ്ങള് സഹോദരങ്ങളും കൂടാറുണ്ട്. മക്കളെല്ലാം ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട്. അപ്പൊ ആഘോഷത്തിന്റെ വെന്യൂ എന്ന് പറയുന്നത് എപ്പോഴും തറവാട് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു വെന്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്വീകാര്യമാകുകയല്ല, അങ്ങനെ ഒരു പരിസ്ഥിതി ഉണ്ടാകാമല്ലേ? അത്രേ അവർക്ക് പേരൻസും കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമുള്ളൂ. അപ്പൊ ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഇവിടെ ആണെങ്കിൽ ഇനി അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ കൂടും, നമുക്ക് ഒത്തിരി തിരക്കും ഇതൊക്കെ കൂടും. അപ്പൊ ഇവിടെ ആണെങ്കിൽ അത്രയും ഒരു ഇതില്ല. എന്നാൽ ഇവിടെ കൂടിയേക്കാന്ന് ചോദിക്കുമ്പോൾ മക്കൾക്കാർക്കും സന്തോഷമില്ല. ഇപ്രാവശ്യം ഞങ്ങള് തറവാടിനോട് ചേർന്ന് വീട് പണിയാ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇത് ഈസ്റ്ററിന് പേരൻസും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്നെ കൂടിക്കോ, ഇനിയിപ്പം അടുത്ത നമ്മൾ അങ്ങോട്ട് വരുവാണല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മക്കൾക്ക് സന്തോഷം. അപ്പോൾ നമ്മൾ തറവാട്ടിൽ പോകുന്നില്ല ഇപ്രാവശ്യം. തറവാട്ടിൽ പോകുമ്പോൾ ഞങ്ങളെല്ലാം അമ്മനെ സഹായിക്കാം, ഓരോരുത്തരും ഒന്ന് പറയാം ഞാനത് ചെയ്യാം ഞാനിത് ചെയ്യാം, നമുക്ക് തറവാട്ടിൽ പോകാമേ എന്നുള്ള ഒരു ഇത്. അത്ര അറ്റാച്ച്മെന്റ് ഹൃദയപൂർവ്വം. പിന്നെ ഈ ഗ്രാൻഡ് പേരൻസുമായിട്ടൊരു സ്നേഹം അവരുടെ മനസ്സിലുണ്ടാകാൻ ചില ബോധപൂർവം ചില ശ്രമങ്ങൾ നടത്താറുണ്ട്. ചില ടിപ്സ് നമ്മുടെ മനസ്സിൽ തരാറുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ ഇളയ മോൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഞങ്ങളുടെ വീട് പണിതുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ വീട് പണി കഴിയുമ്പം അമ്മച്ചി ഞങ്ങളുടെ വീട്ടിലാണോ നിൽക്കണേ? ഞങ്ങളുടെ അനിയൻ്റെ വീടുണ്ട്. അമ്മച്ചി ഞങ്ങളുടെ വീട്ടിലാണോ നിൽക്കുന്നത്, ബെന്നിച്ചാച്ചൻ്റെ വീട്ടിലാണോ നിൽക്കണേന്ന് ചോദിച്ചു. അമ്മച്ചി ഒന്നും മിണ്ടിയില്ല.
അന്നേരം എനിക്ക് തോന്നി അപ്പോൾ അമ്മച്ചിക്കൊരു വിഷമം ഇത്. അപ്പം ഞാൻ പറഞ്ഞു ഈ വീട് പണിയുന്നത് അമ്മച്ചിക്കും അപ്പച്ചനും വേണ്ടിയിട്ടാണ്, നമ്മൾ അങ്ങോട്ട് പോവുക. തിരിച്ചാക്കിയ പരിപാടി. അങ്ങനെയാണോ? പെട്ടെന്ന് മൂത്തവന്മാരൊരിക്കലും അങ്ങനെ പറയില്ല, അവർക്കറിയാം. അപ്പോൾ കുഞ്ഞവൻ ആ ഒരു കൺസെപ്റ്റ് കിട്ടാനായിട്ട് പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് ഒരു നോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഞാൻ ഒരു ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ വീട്ടിൽ പോയ സംഭവം ഓർക്കും. ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം ഷെയർ ചെയ്ത് ഞാൻ ഓർക്കുന്നില്ല. അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ അച്ഛൻ സെമിനാരിൽ ചേർന്ന സമയത്ത് അമ്മ മരിച്ചു. സെമിനാരിലായിരുന്ന ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ മരിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യയാണ് വീട്ടിലെ അമ്മച്ചി. അതായത് അദ്ദേഹം സെമിനാരിൽ പോകുന്ന സമയത്തൊക്കെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ്. അപ്പോൾ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയാണ്, നല്ല വിശുദ്ധയായ ചേച്ചിയാണ്. ഞങ്ങളൊക്കെ ചേച്ചി നിൽക്കുന്ന അത്ര അടുത്ത് ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഈ അച്ഛനോട് വൈകിട്ട് വീട്ടിൽ പോയപ്പോൾ അത്യാവശ്യം വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥനയിൽ തിരിച്ചു വരാൻ പോവാം. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ തൊട്ടുമുത്തുന്ന പരിപാടി ഉണ്ട്, രൂപത്തിലെല്ലാം പിള്ളേരൊക്കെ ഉണ്ട്. വീട്ടിൽ 3-4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് ഏറ്റവും ഇളയ കൊച്ചു ചേച്ചിയുടെ ഒക്കത്തിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി തൊട്ടുമുത്തി, എല്ലാവരും ഓരോ രൂപങ്ങളെ തൊട്ടുമുത്തിയിട്ട് ഞാൻ നോക്കുമ്പോൾ വീണ്ടും തൊട്ടുമുത്താൻ പോകുന്ന രൂപങ്ങൾ വീട്ടിലെ വല്യപ്പച്ചനും വല്യമ്മച്ചനും പടങ്ങളാണ്. കൊച്ചുങ്ങളെ കൊണ്ട് തൊട്ടുമുത്തിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ചോദിച്ചു, ചേച്ചി ഇവർക്ക് അറിയാം ആരാന്ന്? പിന്നെ അല്ലേന്ന് പറഞ്ഞ് മൂത്തവൻ തുടങ്ങി. അവർക്ക് എല്ലാവർക്കും ഇവരൊന്നും കണ്ടിട്ട് പോലും ഇല്ല ഇവരൊന്നും. പക്ഷേ എല്ലാ A to Z കാര്യങ്ങൾ, മരിച്ചുപോയവരുടെ കാര്യങ്ങൾ പോലും അവർ ഇന്ന സ്വഭാവമായിരുന്നു, അവർ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാം അറിയാം. എത്ര മനോഹരമായ കാര്യം. രണ്ട് സ്വർഗത്തിലിരിക്കുന്ന തലമുറയും ഭൂമിയിലുള്ള തലമുറയും തമ്മിൽ ഭയങ്കര ബന്ധം വരിക. എന്തൊരു വലിയ പ്രാർത്ഥന കിട്ടുന്ന സംഭവമായിരിക്കും അല്ലേ? നിങ്ങൾ അങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ നല്ല ചില ബന്ധങ്ങളും അനുഭവങ്ങളും പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ന്യൂറോഷൻ നോക്കുകയാണ്, ഒരു പള്ളിയിലെ തിരുനാൾ കഴിഞ്ഞ് ഐസ്ക്രീം വാങ്ങാമെന്നും പറഞ്ഞ അപ്പൻ, അപ്പം നമ്മുടെ വീട്ടിൽ ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വന്ന് എല്ലാവരെയും കൊണ്ട് അപ്പം ബേക്കറിയിലേക്ക് പോയി, എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ട്. ബേക്കറി കയറിയപ്പം ഈ ഷാർജ ഷെയ്ക്കൊക്കെ ഇറങ്ങിയ സമയമാണ്. അപ്പം എൻ്റെ ഇളയോ നോക്കുമ്പോൾ അവന് 5 വയസ്സൊക്കെ ഉള്ളൂ. തൊട്ടടുത്ത ടേബിളിലിരുന്ന് ഒരു കൊച്ചു കഴിക്കുക. അച്ചായി എനിക്കത് വേണമെന്ന് പറഞ്ഞു. ഉടനെ അച്ചായി അത് ഓർഡർ ചെയ്തു. ഇവൻ കഴിച്ച് ഒന്ന് സിപ്പ് ചെയ്തപ്പോൾ ഇവന് വേണ്ട, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പനൊരൊറ്റ ചേട്ടാ നിന്റെ കാരണം ഞാൻ പൊട്ടിക്കുന്ന ഒരു ചാട്ടാ. അപ്പോൾ കടയിലുള്ള എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും മൂത്തമ്മര്, അച്ചായി ഇത് വീടല്ല. മൂത്തവര് എന്റെ അപ്പ ഇത് വീടല്ല, ബേക്കറി അച്ചായി. അപ്പോഴേക്കും അച്ചായി ചിരിച്ചു. അപ്പൊ കടയിലെല്ലാവരും എടുത്ത് ചിരിച്ചു. എനിക്ക് ദേഷ്യം വന്നു, എന്താ ഇങ്ങനെ പെരുമാറണെന്നുള്ളൊരു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു ഫീല്, നമ്മളെ ഒരു നാണക്കെടുത്ത് തന്ന ഒരു ഫീല്. അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കൊക്കെ നല്ല ഇതാണ് കേട്ടോ. വല്ല പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ ശിക്ഷപ്പെട്ട ബന്ധങ്ങളുണ്ടെങ്കിൽ ഇവർ ന്യൂ ജനറേഷൻ ട്രിക്കുകളും ടിപ്സൊക്കെ പഠിപ്പിച്ചു തരും. അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ഇന്നത്തെ ഗ്രാൻഡ് പാരൻസ്, നമ്മൾ നേരത്തെ ഒരു ഐഡിയ നമ്മളിപ്പോഴും പറയും, ഗ്രാൻഡ് പാരൻസിന് അവരൊത്തിരി അറിവിൻ്റെ കലവറകളാണ്, അവിടുന്ന് നമുക്ക് ഇഷ്ടം പോലെ വാരി. സത്യമാണ്, കാരണം തലമുറകളുടെ അവർ സമ്പാദിച്ചത് മാത്രമല്ല, അവർ വരെയുള്ള എല്ലാം കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്യുമ്പം നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ ഓർക്കുകയാണെങ്കിൽ വലിയൊരു കലവറ തന്നെയുണ്ട്, അതൊരു വലിയ കാര്യം തന്നെയാണ്. അതങ്ങനെ ഇരിക്കെ ഇപ്പോൾ വേറൊരു ഒഴുക്ക് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്മാർട്ട് ഫോൺ, പുതിയൊരു സ്മാർട്ട് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചായിരിക്കുമോ നമ്മളായിരിക്കുമോ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുക? അങ്ങനെയെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ ഗതി എന്താണ്? എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും കാണുന്ന കാര്യമാണ്. അപ്പോൾ അമ്മച്ചിക്ക് ഒരു ഐഫോൺ കൊണ്ടുവന്ന് അനിയൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഐഫോൺ എന്നതാണെന്നും അതിന് എവിടെ ഞെക്കിയാൽ എന്നെ ആകുമെന്നും എനിക്ക് യാതൊരു പേടിയില്ല. അപ്പോൾ അമ്മ വിളിച്ച്, എൻ്റെ ഫോൺ അത് എനിക്ക് ഇങ്ങോട്ട് ഫോൺ റിങ് വരുമ്പോൾ എടുക്കാൻ പറ്റുന്നില്ല, എടുക്കുന്നത് എങ്ങനെയാണ്, അതിങ്ങോട്ടത് വരുന്നില്ല, കേൾക്കുന്നില്ല, അതായതാണ്. എനിക്ക് പട്ടിയുടെ മുഴുവൻ തേങ്ങ കിട്ടിയെന്ന് പറഞ്ഞാൽ ഐഫോൺ. പക്ഷേ അന്നേരം എൻ്റെ മക്കൾ വന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇപ്പോൾ അവരുടെ അത്തരത്തിലുള്ള ഈ ഹൈടെക് ഉപകരണങ്ങൾ ഏതാണെന്നുണ്ടെങ്കിലും, ടാബാണെങ്കിൽ അല്ലെങ്കിൽ ടി വിയുടെ ഒരു നല്ല ഡിഷ് ടി വിയുടെ കണക്ഷന്, എന്തെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ പുതിയ സംഗതികൾക്കും. അപ്പം ഞാൻ പറയുന്നത് ഈ ഗ്രാൻഡ് പാരൻസും ഈ കൊച്ചുകുട്ടികളും അവർ തമ്മിൽ നല്ലൊരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട്. ഒരു വൺ വേ ട്രാഫിക് അല്ലെന്ന് ഞാൻ പറയാതെ. ശരിക്കും ഇത് പേരന്റിങ്ങിന്റെ ഒരു തീമായി മാറുന്നത് എങ്ങനെയാണെന്നറിയാമോ? രണ്ടിനും ഇടയ്ക്ക് ഈ പേരൻസ് നിന്നിട്ടൊരു ഗെയിം കളിക്കലാണ്. അവരുടെ അതാണ് നമ്മുടെ ഈ മധുരമയുടെ സംസാര വിഷയം. ഈ 2 തലമുറകൾക്ക് നടുവിൽ നിന്നിട്ട് എങ്ങനെ ഈ 2 തലമുറകളെ ചേർത്ത് കൊണ്ടുപോയി രണ്ടിൻ്റെയും കൊടുക്കൽ വാങ്ങലുകളും മേടിച്ച് എല്ലാവർക്കും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോവാം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഇതും. അതിന് മുമ്പേ പറഞ്ഞു വന്നപ്പം ആ ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഞാൻ ഓർക്കാറ്. നമ്മൾ ഈ വീടുകളിലൊക്കെ ഈ ഫോട്ടോകളൊക്കെ സൂക്ഷിക്കും. ഇപ്പം പതുവെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കൽ പരിപാടി നിന്നു. അത് ആൽബങ്ങളും അപ്രത്യക്ഷമായി. ഇപ്പം എല്ലാം ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുക.
കുഴപ്പമില്ല, ഏത് മീഡിയം എന്നുള്ളതല്ല. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ വല്യപ്പൻ്റെ, അതായത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പടം, എൻ്റെ അമ്മയുടെ അമ്മയും, അങ്ങനെയുള്ള പടങ്ങളുണ്ട്. ഇത് ഞങ്ങളിടയ്ക്ക്, അപ്പോൾ ഞങ്ങൾ പിന്നെ ഭിത്തിയിൽ തന്നെ വെച്ചിരിക്കുന്നത് കൊണ്ട് വളരെ എളുപ്പമുണ്ട്. പക്ഷേ ഇടയ്ക്ക് അതിനെ അങ്ങേരുടെ ഒരു സ്വഭാവം. അല്ല, എൻ്റെ വല്യപ്പം മരിക്കുമ്പം ഞാനായിരുന്നു ബൈബിൾ വായിച്ച് കേൾപ്പിച്ചത്, ഞാൻ പ്രിയ മകനായിരുന്നു, എന്നെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ ചില അനുഭവങ്ങൾ പങ്കുവെക്കുക. ഇപ്പം അവർ കണ്ടിട്ടില്ല. അവരുണ്ടാകുന്നതിന് എത്രയോ വർഷം മുമ്പേ തന്നെ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചു പോയ ആളാണ്. നൂറ്റാണ്ടുകളുടെ വഴക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു ബന്ധത്തിലേക്ക് വരിക, ഇതിങ്ങനെ വന്ന് ഇതെന്നു വെച്ചാൽ അവരുമായിട്ട് ബന്ധമുണ്ടായിട്ട് എന്ത് ഗുണം? നമ്മൾ ഒന്നാണ്, ഒരു മരം പോലെയാണ്. മുകളിലത്തെ ചില്ലയും തടിയിലത്തെ വേരും തമ്മിൽ എന്നാ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റുന്നത്? വേരില്ലെങ്കിൽ ചില്ലയില്ല, ചില്ലയില്ലെങ്കിൽ വേരിനും നിലനിൽപ്പില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാണ്. ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത് ശരിക്കും ഒരു പരിശീലനമാണ്, ഒരു പരിശീലനം, ബോധപൂർവമായ പരിശീലനമാണ്. ഒരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരു സഹോദരൻ പങ്കുവെച്ച രസകരമായ സംഭവം ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ മകൻ അമേരിക്കയിലാണ്, അപ്പൻ നാട്ടിലാണ്. അപ്പോൾ വലിയ പ്രായമൊന്നുമല്ല, 55-60 ആളും അൽഷിമേഷ്യസ് ഒക്കെ പിടിച്ച് ബുദ്ധിമുട്ടായിപ്പോയി, ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പലപ്പോഴും എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങിയൊക്കെ പോകും, അല്ലെങ്കിൽ ചുമ്മാ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും, തമാശയൊക്കെ പറഞ്ഞാൽ ശരിക്കും ചെയ്യും. പുതിയതൊന്നും ഓർക്കത്തില്ല. ഇപ്പോൾ ഉറങ്ങുമ്പോഴത്തേക്ക് അന്നേരം തന്നെ മലമൂത്ര വിസർജനമൊക്കെ നടന്നു പോകും. ഈ മകൻ വിദേശത്ത് തിരിച്ച് മക്കളൊക്കെ ബോണൻ ബോട്ടപ്പ് അമേരിക്കയാണ്. അവർ നാട്ടിൽ വരുമ്പോൾ ഇവരെല്ലാവരും കൂടി അപ്പൻ്റെ കട്ടിലേക്ക് കിടന്നൊക്കെ ഉറങ്ങുന്നത്. ഈ അപ്പനോട് ഭയങ്കര കുട്ടകളി, കുത്തുമറിയൽ, ഇടി. മകൻ 10-35 കഴിഞ്ഞ മകൻ 10-60 കഴിഞ്ഞ അപ്പൻ്റെ കൂടെ കുട്ടി പറിക്കുന്നു. അപ്പോൾ ഈ കൊച്ചുമക്കള് അവരും കയറി അപ്പനെ ഇടിക്കുന്നു, തൊഴിക്കുന്നു. ഇതൊക്കെ തമാശയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഇവർ ഒരുമിച്ച് കിടന്ന് ഉറങ്ങും. മിക്കവാറും രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് മൂത്രത്തിലേക്ക് കുളിച്ചാൽ എഴുന്നേറ്റ് വരുന്നത്. കാരണം അപ്പൻ രാത്രി അപ്പോഴത്തേക്ക് ഈ മകൻ പറയുകയാണ്, എൻ്റെ മക്കൾ ഈ മണമൊക്കെ അനുഭവിക്കട്ടെ, ഇങ്ങനെയൊക്കെ സ്നേഹം അറിയേണ്ടതെന്ന്. ഞാൻ ശരിക്കും അത്ഭുതപ്പെടുക. കാരണം ഭയങ്കര ഹൈജീനിക് എന്നൊക്കെ നമ്മൾ പറയുന്നത്, വിദേശത്ത് നിന്നൊക്കെ വന്നവരെ ഇതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല, ഇതൊന്നും വലിയ രോഗമൊന്നും പിടിക്കാൻ പോകുന്നില്ല. അപ്പൻ്റെ മൂത്രമൊക്കെ വീണോട്ടെ, കാരണം ഇവർക്കൊന്നും കിട്ടാൻ ഭാഗ്യമില്ല, വർഷത്തിൽ ഒന്നൊക്കെയല്ലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവർ അപ്പൻ്റെ സ്നേഹം അനുഭവിക്കട്ടെ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബോധപൂർവകമായ ശ്രമം തന്നെയാണ് 2 തലമുറകൾ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളത്. അത് ദൈവകൃപ ഒഴുകാനുള്ള വലിയൊരു പാലം കൂടിയാണ്. എവിടെയൊക്കെ കുടുംബങ്ങളിൽ ഈ ഒരു പാലം മുറിച്ച് കളയുന്നുണ്ടോ അവിടെ അനുഗ്രഹങ്ങളുടെ വലിയൊരു പെയ്ത്ത് പോയിട്ട് അവിടെ ശാപങ്ങളുടെ, ദുരന്തങ്ങളുടെ, തകർച്ചകളുടെ, ഇതോറും കുടുംബങ്ങളൊക്കെ രോഗങ്ങളുടെയും ശാപങ്ങളുടെയൊക്കെ ഇത് പേറുന്നുണ്ട്. കാരണം മാതാപിതാക്കളെ അപമാനിച്ചതിൻ്റെ പേരിലും മക്കളുടെ മുമ്പ് ഉപദ്രവിച്ചതിൻ്റെ പേരിലൊക്കെ ഇതൊന്നും പറഞ്ഞു വിടേണ്ട കഥകളൊന്നുമല്ല. ശരിക്കും സംഭവിക്കപ്പെടുന്ന അനുഗ്രഹം ഉണ്ടെങ്കിൽ മറുവശത്ത് വീഴ്ചകളുമുണ്ട്. എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, ഇത് സഭയിലാണെങ്കിലും ആരാധനാക്രമത്തിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും വലിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ദൈവത്തിന് വേറെ പേരില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ദൈവത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മറ്റു മാർഗ്ഗമില്ലാഞ്ഞിട്ടാണോ അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ പേര് പറയുന്നത്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ പേരെന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അബ്രഹാം നമ്മുടെ ആരാ, ഇസഹാക്ക് നമ്മുടെ ആരാ, യാക്കോബ് നമ്മുടെ ആരാ, വളരെ ബോധപൂർവമായിട്ടാണ് എല്ലായിടത്തും പറയുന്നത്. എല്ലായിടത്തും പറയാം. അപ്പോൾ നമുക്കൊരു ബന്ധമുള്ള പുള്ളിയാ. അപ്പം അവർ വഴി ദൈവത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പം നമുക്കിവിടെ നിർബന്ധമായിട്ടും ഒരു ബന്ധം ഉണ്ടാകുക. ദൈവം അക്കാര്യത്തിൽ എക്കാലത്തും ശ്രദ്ധാലുവായിരുന്നു എനിക്ക് തോന്നുന്നത്, മനുഷ്യനെ തമ്മിൽ ബന്ധിപ്പിച്ചെടുക്കാൻ. നമുക്ക് ഇനിയും ഒത്തിരി സംസാരിക്കാനും പറയാനും വിഷയങ്ങളുണ്ട്. നമ്മൾ സമയപരിമിതി പോലും നമ്മൾ ഈ ചെറിയ വിഷയം നിർത്തുകയാണ്. ഇത് സംസാരിക്കേണ്ട വിഷയമല്ല, മറിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ തീർച്ചയായിട്ടും ജീവിക്കുകയും അതിലൂടെ ഒരു അടുത്തൊരു തലമുറ മുഴുവൻ വലിയ അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്യേണ്ട കാര്യം. നമുക്കൊരു കുഞ്ഞ് പ്രാക്ടിക്കലായ കാര്യങ്ങൾ പറഞ്ഞ് നിർത്താം. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ മാതാപിതാക്കളോട് ബന്ധിപ്പിച്ച് വളർത്താം? കുഞ്ഞിനൊരു പരീക്ഷ വരുമ്പോൾ അനുഗ്രഹം മേടിക്കാണ്ട് ഫോൺ ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസം വരുമ്പോഴത്തേക്ക് വെളുപ്പിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാം. അവർക്കൊരു സമ്മാനം മേടിച്ചു കൊടുക്കുകയോ ഒരു ആഘോഷം നടത്തുകയോ ചെയ്യാം. അല്ലെങ്കിൽ മക്കളുടെ ബർത്ത്ഡേ വരുമ്പോൾ അവരെ കൊണ്ടുവരുന്ന അനുഗ്രഹം മേടിപ്പിക്കാം. ഇതുപോലെ ഒരുപിടി കാര്യങ്ങൾ പരീക്ഷ വരുമ്പോഴോ, യാത്ര വരുമ്പോഴോ, വിശേഷങ്ങൾ വരുമ്പോഴോ, അവധിക്കാലം കിട്ടുമ്പോൾ കാണാൻ കൊണ്ടുപോവുക, ഒരുമിച്ച് അവരുമൊരു ഭക്ഷണം കഴിക്കുക, ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ മതി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു അനുഭവത്തിൻ്റെ. കാരണം ജോർജേട്ടൻ നേരത്തെ പറഞ്ഞു വെച്ച പോലെ ഇവർക്കിനി പറഞ്ഞു കൊടുക്കുക അടുത്ത തലമുറ ഇല്ലാതായി പോകും. ഇവർക്ക് അടുത്തൊരു തലമുറയ്ക്ക് നഷ്ടപ്പെടുന്നത്, ഈ തലമുറയ്ക്കല്ല. അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന വലിയ അനുഗ്രഹമായി 2 തലമുറകൾ തമ്മിലുള്ള ബന്ധം നിലനിർത്താനായിട്ട് തീർച്ചയായിട്ടും മാതാപിതാക്കൾ ബോധപൂർവ്വം ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് കുടുംബം ഒരുമിച്ച് നിന്ന് എല്ലാവരും നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ കുടുംബത്തിൽ ഇപ്പോൾ മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അടുത്ത് നിന്ന് കുഞ്ഞുമക്കളൊക്കെ അവരുടെ കൂടെ ഒന്ന് ചേർന്ന് നിന്ന് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, മക്കളായ ഞങ്ങൾ ഒന്ന് ചേർന്ന് ശിരസ് നമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ വല്യപ്പച്ചന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുകളിൽ തമ്പുരാനെ നീ സൗഖ്യത്തിൻ്റെ കനവായി വരണമേ.
പ്രത്യേകിച്ച് വിദേശത്തൊക്കെയുള്ള മക്കളൊക്കെ ആണെങ്കിൽ ഈ ഒരു നിമിഷം നാട്ടിലുള്ള ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന മാതാപിതാക്കളെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ആരെങ്കിലൊക്കെ ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിനൊപ്പം ഓടി മാതാപിതാക്കളെയൊക്കെ ഏതെങ്കിലും വൃദ്ധസദനങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിവിൻ്റെ രാത്രിയായി മാറട്ടെ. നമുക്കൊന്ന് ചേർന്ന് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ നീ കൂടുതലായി സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ, ക്ഷമിക്കാൻ പഠിപ്പിക്കണമേ, ബന്ധങ്ങളുടെ ആഴം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. വെല്ലുപ്പിച്ചെന്നും വെല്ലുമ്മച്ചിൽ കിട്ടുന്ന വലിയ ആത്മീയ സമ്പത്ത് സ്വീകരിക്കാനായി ഞങ്ങളുടെ മക്കൾക്ക് ഭാഗ്യം കൊടുക്കണമേ. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ വെല്ലുപ്പച്ചന്മാരെയും വെല്ലുമ്മച്ചന്മാരെയും ഓർത്ത് തമ്പുരാൻ നന്ദി പറഞ്ഞുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ വെല്ലുപ്പച്ചനും വെല്ലുമ്മച്ചൊന്നുമില്ലെങ്കിൽ ഫോണെടുത്ത് അവരെ ഒന്ന് വിളിച്ച് ഒരു സ്നേഹപ്രകടനവും ഒരു ഗുഡ് നൈറ്റും ഒരു ചക്കരയും കൊടുത്ത് നമുക്ക് ഈ രാത്രി സന്തോഷകരമാക്കാം.